കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്ത ഒരു നടിയുടെ വിവാഹമായിരുന്നു. അധികം ആരും അറിയാതെ നടന്ന വിവാഹമാണെങ്കിലും വിവാഹ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ നടി ജനനി അയ്യർ വിവാഹിതയായി എന്നാണ് അറിയുന്നത്. ആദ്യം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് തിരുവനന്തപുരത്തുകാരുടെ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കേരളക്കര ഒട്ടാകെ തന്നെ സാരിയുടെ ബ്രാൻഡിൽ പ്രശസ്തമായ എംലോഫ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. എംലോഫ്റ്റിൻ്റെ വിവാഹ പട്ടിൽ ആദ്യമായി ഒരു തമിഴ് പ്രശസ്തമായ നടി എത്തിയിരിക്കുന്നുവെന്നും അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഇൻഡസ്ട്രി കൂടി കീഴടക്കിയെന്ന എംലോഫ്റ്റിൻ്റെ ആരാധകരും ഇപ്പോൾ പറയുന്നുണ്ട്. നടി ജനനി അയ്യർ വിവാഹിതരായി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും വൈറലായതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. പൈലറ്റായിട്ടുള്ള സായി റോഷൻ ശ്യാം ആണ് താരത്തിൻ്റെ വരൻ. വർഷങ്ങളായുള്ള നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു സായി എന്ന് പറയാം. നേരത്തെ തന്നെ നല്ല പരിചയവും അതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു താരം കൂടി ആയതുകൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ ചിത്രങ്ങളൊക്കെ നേരത്തെയും പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ സൗഹൃദം നേരത്തെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. വിവാഹ ചിത്രങ്ങൾ നടി പ്രേക്ഷകർക്ക് പങ്കുവച്ചെത്തുകയും താരം വിവാഹിതയായി എന്ന് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ആശംസാ പ്രവാഹം തന്നെയാണ് നടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് ഏറ്റെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹ ചിത്രങ്ങൾ നടി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇവൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ജനനി തമിഴ് മലയാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 3 ഡോട്ട്സ് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായിട്ടാണ് ജനനി അയ്യർ മലയാളത്തിലേക്ക് എത്തിയത്. പിന്നീട് കൂതറ എന്ന ചിത്രത്തിലും തിളങ്ങിയിട്ടുണ്ട്. 3 ഡോട്ട്സ്, കൂടാതെ 7th ഡേ, ഇത് താണ്ട പോലീസ്, മാ ചൂക്ക എന്നീ ചിത്രങ്ങളിലും ജനനി അഭിനയിച്ചിട്ടുണ്ട്. ജനനിയുടെ കരിയറിൽ ഒരു വൻ ബ്രേക്ക് സംഭവിച്ചത് തെഗിഡി എന്ന തമിഴ് ചിത്രത്തിലെ വിൻമീൻ എന്ന് തുടങ്ങുന്ന പാട്ടിന് ശേഷമാണ്. എന്നാൽ നായിക വേഷങ്ങൾ അധികം ലഭിക്കാതിരുന്നതിനാൽ സഹനടി വേഷങ്ങളിൽ നടി ചുരുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും താരത്തിന്റെ വിവാഹം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. താരം ഒരു സിനിമാ നടി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരം വിശേഷങ്ങൾ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തുകയാണ്. പല താരങ്ങളും ഇപ്പോൾ വിവാഹത്തിന് എത്താൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. പല താരങ്ങൾ ഇപ്പോഴും ആശംസകൾ അറിയിക്കുന്നുണ്ട്. നേരിട്ടെത്തിയതും നിരവധി പേരായിരുന്നു. നേരിട്ടെത്തി ഇരുവർക്കും മംഗളാശംസകൾ നേരുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തതും നിരവധി താരങ്ങളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഓരോ താരങ്ങളുടെ വാർത്തയും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി തന്നെ ഇപ്പോൾ ജനനി അയ്യരുടെ വാർത്ത മാറുന്നു. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തത്. ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരം എന്ന നിലയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും വളരെ പെട്ടെന്ന് തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് എപ്പോഴും താരത്തിനോട് സംസാരിക്കാൻ തന്നെ. ഇത്തരത്തിൽ താരങ്ങളുടെ വിവാഹ വാർത്ത ഉൾപ്പെടെ പലതും കേൾക്കാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു എന്നതുൾപ്പെടെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു പ്രധാന വാർത്തയായി മാറുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.